Xiaomi 14 ഈ ഒരു ഫോണിനെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഫോണിന്റെ ഒരു ക്വിക്ക് വീഡിയോ ആണ്. ഇതിനെ ഉപയോഗിച്ച് നോക്കിയതെന്നും എനിക്ക് ഓരോ ഭാഗത്തും തോന്നിയ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ ഫോൺ ചൂസ് ചെയ്യാവൂ, കാരണം ഇതെല്ലാം തികഞ്ഞൊരു പെർഫെക്റ്റ് ഫോൺ അല്ല. സോ ഇതാണ് ഫോണിന്റെ ബോക്സ്. ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ബോക്സിൽ ഇങ്ങനെയാണ് ഫോൺ ഇരിക്കുന്നത്. മുകളിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇത് കയ്യിലെടുത്തപ്പോൾ തോന്നിയ ഒരു കാര്യം, നല്ല പ്രീമിയം ഫീൽ തന്നെയാണ്. ഇതിന്റെ എല്ലാ സൈഡും നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാ തരത്തിലുള്ള സെറ്റപ്പ് ഉണ്ട്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കാര്യങ്ങൾ എല്ലാം പക്ക സെറ്റാണ്. ഡിസൈനും കാണാൻ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പ്രീമിയം ഫീലും ഉണ്ട്. ആകെ ഒരു പ്രശ്നം മൊത്തം സ്മഡ്ജസ് പിടിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ S24 Ultra ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് ഫോണുകൾ ഇതാണ്. ഇത് രണ്ടായാലും മാറ്റ് ഫിനിഷ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇത് എവിടെ എങ്ങനെ പിടിച്ച് ഉപയോഗിച്ചാലും സ്മഡ്ജസ് ഒന്നും പിടിക്കില്ല. ബട്ട് ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. കണ്ടോ, ബാക്കൊക്കെ നല്ല ഗ്ലോസിയാണ്. ഇത് ഏത് കളർ എടുത്താലും ഈ രീതിയിൽ ഗ്ലോസി ഫിനിഷാണ്. ഫ്രെയിമൊക്കെ എല്ലായിടത്തും സ്മഡ്ജസ് പിടിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. സോ നിങ്ങൾ കേസ് ഇടാതെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സ്മഡ്ജസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും. കേസ് ഇടുന്നവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ഇത് മാത്രമാണ് ഡിസൈനിൻ്റെ ഭാഗത്ത് ഈ ഒരു പ്രൈസിനേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം ഈ പ്രൈസിൽ മിക്കവാറും പല ബ്രാൻഡുകളും മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ ലെതർ ഫിനിഷൊക്കെയാണ് കൊടുത്ത് കാണുന്നത്. ഇവിടെ ഗ്ലോസി ആയതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും നല്ല ഡിസൈനാണ്. പിന്നെ ഇത് കൂടാതെ ബോക്സിനകത്ത് 120 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, പക്ഷേ 120 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB പോർട്ട് വന്നിട്ട് USB 3.1 ആണ്, അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയത് തന്നെ കൊടുത്തിരിക്കുന്നു. ചാർജിങ് ആൻഡ് കണക്ടിവിറ്റി ഭാഗങ്ങളൊക്കെ എല്ലാ സംവിധാനങ്ങളും അടക്കം ബെസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി 4610 mAh ആണ് കേട്ടോ. അത് വന്നിട്ട് 5000 ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇത് കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഫോണാണ്. 6.3 റേഞ്ചിലുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ആണ്. സോ ഇതിന് ആ ബാറ്ററി ഡീസന്റ് ബാറ്ററി ലൈഫ് തരുന്നുണ്ട്. എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും മികച്ചൊരു ഭാഗമായിട്ട് കേട്ടത് ഡിസ്പ്ലേ ആണ്. 6.36 ഇഞ്ച് വരുന്ന ഒരു LTPO ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. ഒരു തരത്തിലുള്ള വിഷയമില്ല. AMOLED ഡിസ്പ്ലേ ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഞാനിവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം വീഡിയോസ് ഒക്കെ. 12 ബിറ്റിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 1000 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് 3000 നിറ്റ്സ് വരെ കൊടുത്തിട്ടുണ്ട്. സോ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ഒരു വിഷയമേ ആവില്ല ഈ ഒരു ഫോണിനെ സംബന്ധിച്ച്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഭാഗത്ത് ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൽ ഹാർട്ട് റേറ്റ് സെൻസർ കൂടി ഇന്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. അതിനെന്താ നമ്മൾ ജസ്റ്റ് ഈ ഫിംഗർ പ്രിന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ആനിമേഷൻ ഒക്കെ നടക്കുന്നത്. സോ ഇത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഫിംഗർ പ്രിന്റിന്റെ ഒപ്പം തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗും ഹാർട്ട് റേറ്റ് സെൻസറും വരുന്നുണ്ട്. സോ അപ്പോൾ ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയാണ്, യാതൊരു പരാതിയില്ല. പിന്നെ ഇതിന്റെ പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. 8 Gen 3 കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നല്ല പെർഫോമൻസ് ഉള്ള പ്രോസസർ തന്നെയാണ്. അത് വെച്ചിട്ടുള്ള ഒരുപാട് ഫോണുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈവൻ 49999 IQ12 വരെ നമുക്ക് കിട്ടാനുണ്ട്. ആ ഒരു പ്രൈസിന് തന്നെ ബെസ്റ്റ് ഇൻ ക്ലാസ് പെർഫോമൻസ് ഈ ഒരു ഫോൺ കൊടുക്കുന്നുണ്ട്. സോ പെർഫോമൻസിൽ നമ്മൾ ഒരുപാട് ഫോണുകൾ ഇത് കണ്ടതുകൊണ്ട് തന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അവിടെയൊന്നും ഒരു വിഷയമില്ല. ഹൈപ്പർ OS എനിക്ക് തോന്നിയ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്മൂത്ത് ആണ്, പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. സൈസ് കുറച്ചിട്ടുണ്ട്. ഈ OSന്റെ ഭാഗത്തുള്ള സ്റ്റോറേജ് യൂസേജ് കുറഞ്ഞിട്ടുണ്ട്. മുമ്പത്തേക്കാളേറെ കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആണ്. ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നന്നായി എന്ന് തന്നെ പറയാനുള്ളൂ. അപ്ഗ്രേഡ് ആയ ഒരു OS സെറ്റപ്പ് ആണ്. മൊത്തത്തിൽ നോർമൽ യൂസിനായാലും ഗെയിമിങ്ങിനായാലും ഒന്നും ഒരു പ്രശ്നമില്ല. BGMI കളിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിക്ക് തന്നെ FPS സ്റ്റെബിലിറ്റിയും കാരണം തരുന്നുണ്ട്. സോ നല്ല പെർഫോമൻസ് ഈ ഫോൺ തരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. സെറ്റാണ്. പിന്നെ ക്യാമറ, ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തള്ളു കേൾക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, തള്ളെന്ന് പറയാൻ പാടില്ല, അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ ഗംഭീരമാണെന്നുള്ളതാണ്. ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഫോട്ടോസ് നമുക്ക് ഡേ ലൈറ്റിലായാലും ഇൻഡോർ ലൈറ്റിലായാലും ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ലൈക്ക കൊളാബറേഷനൊക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്. അതിന്റെ ഒരു നിലവാരം കാണാനുണ്ട് ഫോട്ടോകളിൽ. എല്ലാ ലൈറ്റിംഗ് കണ്ടീഷനിലും നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പെർഫെക്റ്റ് അടിപൊളി ക്യാമറ കണ്ണും പൂട്ടി പടച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് പ്രശ്നമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല ഭാഗങ്ങളും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത് ഇതൊരു ഭാഗമാണ്. സെൽഫി ക്യാമറയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് ഉള്ള ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ പ്രശ്നമാണ്. അത് HDR വർക്ക് ചെയ്യില്ല. ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് ഏരിയ ഒക്കെ ബ്ലോൺ ഔട്ട് ആയി പോകും. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഇത് സെൽഫി വീഡിയോയുടെ ക്ലിപ്പാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പ്ലേറ്റുകളും വൈറ്റ് ബോർഡിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ബ്ലോൺ ഔട്ട് ആണ്. ഒന്നും കാണാൻ പറ്റില്ല. 70,000 ഫോണിലെടുത്തൊരു വീഡിയോ ആണെന്ന് പറയില്ല ഒരാളും. അമ്മാതിരിയാണ് മൊത്തം ബ്ലോൺ ഔട്ട് ആയി പോകുന്നത്. HDR വർക്ക് ചെയ്യുന്നില്ല. അതേസമയം ഞാൻ വേറൊരു ഫോണിലെടുത്ത വീഡിയോ കാണാം. സെയിം സീനാണ്, പക്ഷേ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഏറെക്കുറെ ക്ലിയർ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ഇത് ഈ ഒരു ഫോണിൻ്റെ ഫോൾട്ടാണ്. ക്യാമറ അടിപൊളി എന്ന് പറയുമ്പോൾ എല്ലാം നന്നായിരിക്കണം. കാരണം 70,000 രൂപയാണ്. ആ വിലയ്ക്ക് നല്ല ക്യാമറ കിട്ടണം. ബട്ട് ഇവിടെ അത് കിട്ടുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ബ്ലോൺ ഔട്ട് ആവുന്നൊരു ഇഷ്യൂ ഉണ്ട്. സോ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഈ ഫോണിലേക്ക്, പ്രത്യേകിച്ചും സെൽഫിയിൽ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിലേക്ക് നോക്കാതിരിക്കുന്നതാവും നല്ലത്. ഭാവിയിൽ അപ്ഡേറ്റിലൂടെ ശരിയാവുമോ എന്ന് എനിക്ക് അറിയാമില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. സോ ഒരു പെർഫെക്റ്റ് ക്യാമറയാണെന്ന് കരുതേണ്ട. ഇതിനേക്കാൾ നല്ലത് S24 ആണ്. സോ മൊത്തത്തിൽ Xiaomi 14 എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കോമ്പാക്റ്റ് ഫോൺ വേണം, അതായത് വലിയ ഫോണുകളെ കോമ്പാക്റ്റ് ഒതുങ്ങിയ ഒരു ഫോൺ വേണം എന്നുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും S24 വേണ്ട, അതിലെ Exynos ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ Xiaomi
ഷവമി 14 നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. എല്ലാ ഫോണുകൾക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും. ഇപ്പോൾ സാംസങ് എന്ന് പറയുമ്പോൾ എക്സിനോസ് കാരണം പലർക്കും ഇഷ്ടമല്ല. അതുപോലെ ഇതിലും ക്യാമറയുടെ ഭാഗത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ കാണാം. എല്ലാ ഫോണിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ആ പ്രശ്നം നിങ്ങൾക്ക് ഓക്കെ ഇത് നമുക്ക് പ്രശ്നമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ എൻ്റെ അഭിപ്രായം. ഓവറോൾ ഒരു ഡീസൻറ്റ് ഷവമി ഫോണാണ്. 69-70 രൂപ റേഞ്ചിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ആ വിലയ്ക്ക് വേണ്ടുന്ന സെറ്റപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ പ്രൈസിനും നിങ്ങൾ വാല്യൂ ഫോർ മണി പ്രതീക്ഷിക്കുന്നുവെങ്കിൽ വാല്യൂ ഫോർ മണി ആയ ഒരു ഫോൺ തന്നെയാണ് ഷവമി ഫോൺ. സോ ഷവമി ഫോണിൽ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഷവമി 14 എന്ന ഈ ഫോണിലേക്ക് നോക്കാം. അതാണ് ഷവമി 14 കുറിച്ച് എനിക്ക് ഷോർട്ടായിട്ട് പറയാനുള്ളത്. സോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.